മലയാളത്തിലൊരു മമ്മൂട്ടി ചിത്രം ഇറങ്ങിയാൽ പിന്നെ ഹിന്ദിക്കാർ ഇങ്ങോട്ട് നോക്കിയിരിപ്പാണ്. കഴിഞ്ഞ 4-5 വർഷമായി അങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. വീണ്ടും മമ്മൂട്ടിയുടെ കളങ്കാവൽ റിലീസ് ചെയ്തപ്പോൾ അവിടെ വീണ്ടും ചർച്ച ഉയരുകയാണ്. മമ്മൂട്ടിയെ ഹിന്ദിയിലേക്ക് ഏറെ ആവശ്യമാണ്. അതെ, ഒരു വില്ലൻ കഥാപാത്രം ചെയ്യാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വില്ലൻ ക്യാരക്ടർ മമ്മൂട്ടി ചെയ്തു. മുൻനിര താരമായ മമ്മൂട്ടി ഒരു പൂർണ്ണ വില്ലൻ ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ അല്ലെങ്കിൽ ബോളിവുഡിൽ അതൊരു അത്ഭുത കാര്യമായി മാറുകയാണ്. ബോളിവുഡിൽ മാത്രമല്ല, ഇങ്ങ് കേരളത്തിലും അത് അങ്ങനെ തന്നെയാണ്. ആ ഒരു ധൈര്യമുള്ള വേറെ ഒരു നടനും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പൂർണ്ണമായും ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്യാൻ മുൻനിര താരങ്ങൾക്ക് ആർക്കും തന്നെ അത്ര ഉറപ്പില്ല എന്ന് തന്നെ പറയാം. കാരണം അവരുടെ കരിയറിനെ ബാധിക്കുമോ എന്നുള്ളത്. ഇന്ന് മമ്മൂട്ടിയെ പൊക്കാൻ വേണ്ടിയിട്ട് ബോളിവുഡ് കാത്തിരിക്കുകയാണ്. മമ്മൂട്ടിക്ക് പറയുന്ന കാശ് അല്ലെങ്കിൽ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത എമൗണ്ട് പറഞ്ഞിട്ട് മമ്മൂട്ടിയെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ഏറെ നാളുകളായി നമ്മൾ കാണാറുള്ളതാണ്. പക്ഷേ മമ്മൂട്ടി വീഴാറില്ല. ബാക്കിയുള്ള നടന്മാരെയൊക്കെ തെലുങ്കും തമിഴുമൊക്കെ കൊത്തിക്കൊണ്ട് പോകുമ്പോൾ മമ്മൂട്ടി മാത്രം മാറി നിൽക്കുന്നു. മമ്മൂട്ടിക്കറിയാം അങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ളത്. അല്ലെങ്കിൽ മമ്മൂട്ടി നായകനാവണം. അതിപ്പോൾ ഹിന്ദിക്കാർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ മമ്മൂട്ടി ഹിന്ദിയിൽ അമ്മാതിരി ഒരു സംഭവം ചെയ്യണമെങ്കിൽ നായകൻ മമ്മൂട്ടി തന്നെയായിരിക്കും, എത്ര വലിയ വില്ലനാണെങ്കിലും. ഇവിടെ ചർച്ച മുറുകുകയാണ്. എങ്ങനെയാണ് മമ്മൂട്ടിക്ക് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയുന്നത്? അത് ധൈര്യം മാത്രം പോരാ, ചെയ്ത് ഭരിപ്പിക്കാനും കഴിയണമല്ലോ. ഇന്ത്യയിൽ മറ്റൊരു നടനും കഴിയാത്ത രീതിയിലാണ് മമ്മൂട്ടിയുടെ കഴിഞ്ഞ 15 സിനിമകളിൽ നോക്കിയാൽ 10ഓളം സിനിമകളും ആ രീതിയിൽ തന്നെയാണ്. ഒന്നിനൊന്നിന് വ്യത്യസ്തത പുലർത്തുന്നത് തന്നെ. അതെ, ഒരു നായക നടനോ അല്ലെങ്കിൽ ഒരു നടനോ എന്ന് തന്നെ പറയാൻ പറ്റില്ല, ഇത്ര വെറൈറ്റി ആയിട്ട് സിനിമകൾ ചെയ്യാൻ കഴിയാറില്ല. അത് ഇന്ത്യ മുഴുവൻ അംഗീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നടനായി അവർ അംഗീകരിക്കുകയും ചെയ്യുകയാണ്. വലിയ കൊട്ടിഘോഷങ്ങളോ ആറാട്ടുകളോ ഒന്നുമില്ലാതെ സൈലൻ്റായിട്ട് വന്ന് എല്ലാവരുടെയും ഹൃദയമിടിപ്പ് നിർത്തുന്ന ഒരു നടനായി മാറുന്നു മമ്മൂട്ടി. വീണ്ടും കളങ്കാവലിൽ അരങ്ങ് വാണപ്പോൾ ഹിന്ദിക്കാരുടെ മുന്നിൽ ആ ഒരു രീതി തന്നെയാണ്. അതെ, മമ്മൂട്ടി വലിച്ചു വിടുന്ന സിഗരറ്റിലെ പുക പോലെ തന്നെ അവർക്ക് തോന്നുകയാണ് അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ. വീണ്ടും മമ്മൂട്ടിയെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ നമ്മൾ അടുത്ത ഏതെങ്കിലും വർഷങ്ങളിൽ കേൾക്കും മമ്മൂട്ടി ഹിന്ദിയിൽ കൊടൂര വില്ലനായി അവതരിക്കാൻ പോകുന്നുവെന്ന്. അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ചരിത്ര മുഹൂർത്തമായിരിക്കും. വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.